ഹായ് ഓൾ അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് മലബാർക്കാരുടെ സ്വന്തം പൊരിച്ച കോയിൻ്റെ ദം ബിരിയാണി എങ്ങനെയാണെന്ന് നോക്കിയാലോ. കോഴിക്കോടൻ ഹലുവയെ ഇഷ്ടപ്പെട്ടതുപോലെ കോഴിക്കോടൻ ബിരിയാണി ഇഷ്ടപ്പെടാത്തത് ആരുമില്ലല്ലേ. ഞാനിവിടെ 1 കിലോ ചിക്കൻ്റെ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. ചിക്കൻ പൊരിക്കാൻ വേണ്ടി 1.5 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മീറ്റ് മസാല, പാകത്തിന് ഉപ്പ് എന്നിവയിട്ട് ചിക്കൻ നല്ല രീതിയിൽ മാഗ്നേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഈ ചിക്കൻ കുറച്ച് സമയം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ചിക്കൻ റെസ്റ്റ് ചെയ്യുമ്പോഴേക്ക് നമുക്ക് മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള 1 കിലോ വലിയ ഉള്ളി നീളത്തിൽ സ്ലൈസ് ചെയ്തെടുത്തത്, 500 തക്കാളി, എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഇവയെല്ലാം കൂടി ഒരു കുക്കറിൽ ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുക്കറിലിട്ട് വേവിക്കുന്നത് ഉള്ളിയൊക്കെ പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഒരു 2 വിസിൽ അടിച്ചെടുക്കണം. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ ഇവിടെ മസാലയൊക്കെ പിടിച്ച് സെറ്റായിട്ടുണ്ട്. ഇനി കുറച്ച് വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കാം. വെളിച്ചെണ്ണയിൽ പൊരിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി നമുക്ക് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ പൊരിച്ച എണ്ണ തന്നെയാണ് ഒഴിക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ, ഏലക്കായ്, ഗ്രാമ്പു, പട്ട, സ്പൈസസ് ഒക്കെ ഇട്ട് മൂത്ത് വരുമ്പോൾ വേവിച്ച ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ബിരിയാണി മസാല, 1/2 ടീസ്പൂൺ മീറ്റ് മസാല, മല്ലിച്ചപ്പ്, പുതിന, കറിവേപ്പില, കുറച്ച് തൈര്, ആവശ്യത്തിനുള്ള ഉപ്പ്, അതുപോലെ 1/2 ടീസ്പൂൺ റോസ് വാട്ടർ കൂടി ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് പൊരിച്ചു വെച്ച ചിക്കൻ ഇട്ട് നന്നായി മിക്സ് ചെയ്ത് ഉള്ളിയിലുള്ള വെള്ളം വറ്റുന്നത് വരെ വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ചോറ് വെക്കാം. 1 കിലോ ചിക്കന് 1 കിലോ അരി എന്ന രീതിയിലാണ് ഞാൻ എടുക്കുന്നത്. ഒരു വട്ടയിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ, ഡാൽഡ, നെയ്യ്, 2 സ്പൂൺ പശുവിൻ നെയ്യ് 2 സ്പൂൺ പശുവിൻ നെയ്യ് ഒഴിച്ച് ആദ്യം തന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി 2 മൂപ്പിച്ചെടുക്കുക. ശേഷം ചോറിനാവശ്യമായിട്ടുള്ള സ്പൈസസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ട് ചെറിയ ഒരു ക്യാരറ്റ് ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ട് 1 കപ്പിന് 1.5 കപ്പ് വെള്ളം എന്ന രീതിയിലാണ് ഞാൻ എടുത്തത്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണേ. വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ കഴുകി ഊറ്റിയ അരി അതിലേക്കിട്ട് മൂടി വെച്ച് വേവിക്കാം. 10 മിനിറ്റ് കൊണ്ട് തന്നെ ചോറ് നമുക്കിവിടെ സെറ്റായി കിട്ടും കേട്ടോ. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ചോറ് ദമ്മിടലാണേ. അതിനുവേണ്ടി മസാലയുടെ മുകളിൽ ഒരു ചെറിയ കഷ്ണം വാഴൻ്റെ ഇല വെക്കാം. എന്നിട്ട് ചോറ് അതിൻ്റെ മുകളിൽ കുറച്ച് വെച്ച് കൊടുക്കാം. ഇനി ചോറിൻ്റെ മുകളിലേക്ക് പൊരിച്ച് വെച്ച ഉള്ളി, മല്ലിച്ചപ്പ്, പുതിന, നേരത്തെ നമ്മൾ വറുത്ത് വെച്ച അണ്ടി, മുന്തിരി, കുറച്ച് ബിരിയാണി മസാല വിതറുന്നുണ്ട്. ഇനി അതുപോലെ ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് അല്പം മഞ്ഞൾപ്പൊടിയിൽ കുറച്ച് റോസ് വാട്ടറും 1/2 ടീസ്പൂൺ നാരങ്ങ നീരും ഒന്ന് മിക്സ് ആക്കി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മെയിൻ സാധനം നെയ്യ്, 2 ടീസ്പൂൺ നെയ്യ് ഞാൻ അതിന് മുകളിൽ ഒഴിച്ചു. ഇനി ഇങ്ങനെ 2 ലെയറായിട്ടാണ് ഞാനിവിടെ ദമ്മിട്ടെടുക്കുന്നത് ചോറ് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ചെറിയ തീയിൽ ഒന്ന് ആവി കയറ്റിയെടുക്കണം. അപ്പോഴാണ് അതിൻ്റെ ഒരു മസാലയുടെ ഫ്ലേവർ എല്ലാം ചോറിലേക്ക് ഇറങ്ങി വരുള്ളൂ. അങ്ങനെ നമ്മുടെ ബിരിയാണി ഇതവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ എന്തെങ്കിലും മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കണേ കേട്ടോ. ബൈ ബൈ.